ജീവിതത്തിൽ മരിക്കാൻ നേരത്ത് ഏറ്റവും കൂടുതൽ സങ്കടത്തോടെ മരിക്കുന്നത് ആരാണ്? ഏറ്റവും കൂടുതൽ സങ്കടത്തോടെ മരിക്കുന്നത് ആരാണെന്നാണ് പഠനം. മരിക്കാൻ നേരത്ത് പോയി ചോദിക്കുക, നിങ്ങൾക്ക് മരണത്തിൽ ഇപ്പം എന്തെങ്കിലും പ്രയാസമുണ്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾ അലട്ടണുണ്ടോ മരണത്തിന്? അപ്പം ഏറ്റവും കൂടുതൽ ആളുകളെ മരണത്തിന്റെ സമയത്ത് അലട്ടണ കാര്യം എന്താ ചോദിച്ചാൽ, ജീവിതത്തിൽ ചെയ്യാൻ കഴിയുമായിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാതെ പോയ ആളുകൾ അല്ലേ? ഒരിക്കലും മരിക്കാൻ നേരത്ത് ഞാൻ എൻ്റെ മക്കൾക്ക് ഒരു കൊട്ടാരം ഉണ്ടാക്കി കൊടുത്തില്ലല്ലോ, ഞാനൊരു ബെൻസ് കാറ് വാങ്ങിയില്ലല്ലോ എന്ന് മരിക്കാൻ നേരത്ത് ആർക്കും വിഷമം ഉണ്ടാവില്ല. പക്ഷെ മരിക്കാൻ നേരത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ. ഞാൻ എൻ്റെ ഉമ്മാനോട് മുണ്ടിയില്ലല്ലോ അല്ലേ? ഉമ്മാനോട് 6, 7, 8 കൊല്ലമായിട്ട് നമ്മളെ നാട്ടിൽ കുഴപ്പം തരങ്ങൾ. നമ്മളെ നാട്ടിൽ ഒരു പെരീക്കാണ് കെട്ടിക്കൊണ്ടിരുക. മൂത്ത മകൻ ആദ്യം കെട്ടിക്കൊണ്ടിരും, പിന്നെ രണ്ടാമത്തെ മകൻ കെട്ടിക്കൊണ്ടിരും, പിന്നെ അവിടെ തല്ലും പൊടിയൊക്കെ ഉണ്ടാകുമ്പോൾ മൂത്ത മകൻ പോവും, രണ്ടാമത്തവും പോകും. അങ്ങനെയാണ് നമ്മളെ നാട്ടിലൊരു ട്രെൻഡ്. ശരിക്കും അങ്ങനെയല്ല വേണ്ടിയത്. ഒരു കുടുംബത്തിൽ ഒരാളെ പാടുള്ളൂ, ഒരു കുടുംബനാഥനെ പാടുള്ളൂ. എൻ്റെ പെണ്ണുങ്ങളെ കുടുംബനാഥൻ ഞാനാണ്. ഞാൻ എൻ്റെ ബാപ്പല്ല, എൻ്റെ ബാപ്പോളെ ഭരിക്കാൻ വരാൻ പാടില്ല, ഞാനാണ് ഓളെ ഭരിക്കേണ്ടത്. എൻ്റെ ബാപ്പ ഭരിക്കുന്നത് പലപ്പോഴും ഒരു പെണ്ണിന് ഇഷ്ടപ്പെടൂല. അത് എല്ലാവരും സ്വഭാവമാണ്. ഞാൻ ഭരിക്കണത് എനിക്ക് അധികാരമുള്ളതുകൊണ്ടാണ്, എൻ്റെ ബാപ്പാക്ക് എന്താ അധികാരമുള്ളതെന്നാ ചോദിക്കുക. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളായിട്ട് എന്ത് ചെയ്യണം, നമ്മളായിട്ട് പിരിച്ചു കൊണ്ടുപോകണം. വരുമ്പം തന്നെ നോക്കാം, കല്യാണമൊക്കെ കഴിക്കണ ശരി, ഇവിടെ 1-2 കൊല്ലം നിൽക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ബാപ്പാൻ്റെ കുട്ടി അപ്പുറത്ത് 5 സെന്റ് സ്ഥലം തരും, അവിടെ ഒരു പെര കയറ്റാൻ എന്നെ കൊണ്ട് പറ്റുന്നൊക്കെ ഞാൻ തരും കേട്ടോ, എന്നാലും ഇവിടെ നിൽക്കാൻ പറ്റൂല എന്ന് ബാപ്പ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. പിന്നെ എന്താ പറയുക, 5-10 കൊല്ലം എടങ്ങാറായി തമ്മ് തച്ച് ആകെ പിരിഞ്ഞ് പിന്നെ അവിടെ നിന്ന് പോയാൽ പിന്നെ മുണ്ടൂല, പിന്നെ ഫോൺ വിളിച്ചൂല, മുണ്ടൂല, വരൂല, പോകൂല. ഇത് ഇത്രയും കാലം ഉണ്ടായ കുശുമ്പോണ്ട് വന്നതാണത്. അതിന് മുജാഹിദ് എല്ലാവരും കണക്കന്നെ, എല്ലാ കുടുംബത്തിലും ഉണ്ട്. അത് എങ്ങനെ, എത്ര വലിയ ഒരു അമ്മായിമ്മന്റെ കുപ്പായം മരുവോളെ കുപ്പായം ഇട്ടോ എന്നാ കഴിഞ്ഞ്. എത്ര ദീനുള്ള ആൾക്കാരും വളരെ കഷ്ടപ്പാടാണ്. അതുകൊണ്ട് ഞാൻ പറയാം, നമ്മളെന്താരോ നമ്മൾ തെറ്റി നിൽക്കുന്ന, ഞാൻ പറഞ്ഞ മരിക്കാൻ നേരത്ത് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന ആളുകൾ ആരാണെന്ന് ലോകത്ത് നടത്തിയ പഠനത്തിൽ പറയുന്ന കാര്യമാണ് ഞാൻ പറയണത്. ചെയ്യാൻ കഴിയുമായിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാതെ പോയ ആൾക്കാർ അല്ലേ? അമ്മായിമാനോട് അമ്മോശനോടൊക്കെ തെറ്റിപ്പോയി വരിന്ന് ഇറങ്ങിപ്പോയവരുണ്ടാവും. പക്ഷെ പിന്നെ ഫോൺ വിളിച്ചെടുക്കൂല, മുണ്ടൂല. സഹോദരങ്ങളെ, ഒക്കെ നമ്മൾ അവസാനം നമ്മൾ ദുഃഖിക്കേണ്ടി വരും. എന്താ സഹോദരങ്ങളെ, നമ്മളെല്ലാവരും മരിച്ചു പോകൂലേ? എല്ലാവരും മരിച്ചു, ഇവിടെ ആരും ബാക്കിയാവൂല. നമ്മളെ പരസ്പരമുള്ള ഇതൊക്കെ സഹോദരങ്ങളെ നമ്മളെ മേല് ആ മണ്ണിടുന്നത് വരെ ഉണ്ടാവുള്ളൂ, ഈ അഹങ്കാരമൊക്കെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ എല്ലാവരും നല്ല രൂപത്തിൽ പെരുമാറാം. നമ്മൾ അങ്ങോട്ട് വിളിച്ച്, നമ്മൾ തെറ്റി നിൽക്കണോ അങ്ങോട്ട് വിളിച്ചിട്ട് നമ്മൾ സലാം പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് അവസാനിപ്പിക്കുക. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അത് ചെയ്യാതെ പോയാൽ മരിക്കണ നേരത്ത് നല്ല സങ്കടം ഉണ്ടാവും.